ഹായ് എവരി വൺ. എല്ലാവർക്കും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പുതുവത്സരാശംസകൾ ആദ്യം തന്നെ നേരുന്നു. എല്ലാവരുടെയും ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ജോലി എന്ന ആഗ്രഹമൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാമഹൻ എന്നറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമിയെക്കുറിച്ചാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ നമ്മുടെ PSC പരീക്ഷകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് നമുക്കറിയാം. അപ്പോൾ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒന്ന് പഠിക്കാം. അദ്ദേഹത്തിൻ്റെ ജനനം 1853 ഓഗസ്റ്റ് 25-നാണ്. ചട്ടമ്പി സ്വാമികളുടെ ജനനം 1853 ഓഗസ്റ്റ് 25-നാണ്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയ്ക്കടുത്ത് കൊല്ലൂരിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾ എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലൂരിലാണ് ചട്ടമ്പി സ്വാമികൾ, കണ്ണമൂലയ്ക്കടുത്ത് കൊല്ലൂരിൽ, കേട്ടോ. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയ്ക്ക് അടുത്ത് കൊല്ലൂരിലാണ്. ചട്ടമ്പി സ്വാമികളുടെ ഭവനത്തിൻ്റെ പേരാണ് ഉള്ളോർക്കോട്ട് വീട്. അപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ വീട്ടുപേര് എന്താണത്? ഉള്ളോർക്കോട്ട് വീട് എന്നാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം PSC പരീക്ഷകളിൽ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ആരുടെ ഭവനത്തിൻ്റെ പേരാണ് ഉള്ളോർക്കോട്ട് വീട് എന്ന് ചോദിച്ചാൽ എന്താണ്? ചട്ടമ്പി സ്വാമി. അദ്ദേഹത്തിൻ്റെ പിതാവ് മാവേലിക്കര സ്വദേശി വാസുദേവ ശർമ്മയും മാതാവ് കൊല്ലൂർ സ്വദേശിനി നങ്ങേലിയമ്മയുമാണ്. ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാല നാമം അയ്യപ്പൻ എന്നായിരുന്നു. നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, ഏത് നവോത്ഥാന നായകൻ്റെ ബാല്യകാല നാമമാണ് അയ്യപ്പൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? അത് ചട്ടമ്പി സ്വാമി എന്നാണ്. കുഞ്ഞൻ എന്നായിരുന്നു ഓമനപ്പേര്. പിൽക്കാലത്ത് കുഞ്ഞൻ പിള്ള എന്നും അറിയപ്പെട്ടു. പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ പഠനശാലയിൽ വിദ്യാർത്ഥിയായിരിക്കെ ക്ലാസ് ലീഡർ അഥവാ മോണിറ്റർ ആയി നിയോഗിക്കപ്പെട്ടു. ഇത് പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന പേരിന് കാരണമായി. സെക്രട്ടേറിയറ്റ് നിർമ്മാണത്തിന് ഇഷ്ടികയും മണലും മറ്റും ചുമക്കുന്ന ചുമട്ടുകാരനായി ചട്ടമ്പി സ്വാമികൾ ജോലി ചെയ്തു. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ അന്നറിയപ്പെട്ടിരുന്നത് ഹജൂർ കച്ചേരി. ആരാണ്, ഏത് നവോത്ഥാന നായകനാണ് തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളാണ്. സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗാവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജടാപാടികളായിരുന്നു. അപ്പോൾ സംസ്കൃതത്തിലും വേദോപനിഷത്തിലും യോഗയിലും എല്ലാം ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? അത് സുബ്ബജടാപാടികളായിരുന്നു. സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗാവിദ്യയിലും അദ്ദേഹത്തിൻ്റെ ഗുരു ആരായിരുന്നു? സുബ്ബജടാപാടികൾ. സുബ്ബജടാപാടികളാണ് ചട്ടമ്പി സ്വാമികൾക്ക് സന്യാസം സ്വീകരിക്കാൻ പ്രേരണയായത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾക്ക് സന്യാസം സ്വീകരിക്കാൻ പ്രേരണയായത് ആരാണ്? സുബ്ബജടാപാടികൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. തമിഴ് വേദാന്ത ശാസ്ത്രത്തെക്കുറിച്ചും ചട്ടമ്പി സ്വാമികൾക്ക് അറിവ് ലഭിച്ചത് സ്വാമി ദീക്ഷിതരിൽ നിന്നുമാണ്. തമിഴ് വേദാന്ത ശാസ്ത്രത്തെക്കുറിച്ച് ചട്ടമ്പി സ്വാമികൾക്ക് അറിവ് പകർന്നു നൽകിയത് ആരാണ്? സ്വാമി ദീക്ഷിതരാണ്. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് തമിഴ്നാട്ടിലെ നാഗർകോവിലുള്ള വടിവീശ്വരം എന്ന സ്ഥലത്ത് വെച്ചാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾക്ക് എവിടെ വെച്ചാണ് ജ്ഞാനോദയം ലഭിച്ചത്? അത് തമിഴ്നാട്ടിലെ നാഗർകോവിലുള്ള വടിവീശ്വരം എന്ന സ്ഥലത്ത് വെച്ചാണ്. വടിവീശ്വരം എന്ന പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോണം. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നും കാഷായം ധരിക്കാത്ത സന്യാസി എന്നും അറിയപ്പെടുന്നത് ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. തൈക്കാട് അയ്യയാണ് ചട്ടമ്പി സ്വാമികൾക്ക് ഷൺമുഖദാസൻ എന്ന നാമം സമ്മാനിച്ചത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾക്ക് ഷൺമുഖദാസൻ എന്ന നാമം കൊടുത്തത് ആരാണ്? അത് തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യയും ഒരു നവോത്ഥാന നായകനാണ് അല്ലേ. മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ 3 ഭാഷകളിലും പാണ്ഡിത്യം നേടിയ ചട്ടമ്പി സ്വാമികൾക്ക് സർവ്വവിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ്. അപ്പോൾ സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. സർവ്വവിദ്യാധിരാജ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ആരാണ്? എട്ടര യോഗമാണ്. 1882
ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. ചട്ടമ്പി സ്വാമികൾ എവിടെ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്? അത് ചെമ്പഴന്തിക്കടുത്തുള്ള, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമാണ് ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് 1882 ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും കണ്ടുമുട്ടുന്നത്. ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യായ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പി സ്വാമികളായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ അരുവിപ്പുറം സന്ദർശനത്തിൽ അദ്ദേഹത്തെ അനുഗമിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് അരുവിപ്പുറത്ത് സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നവോത്ഥാന നായകനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട് സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഈ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു ആർക്കാണ് സമർപ്പിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾക്കാണ് സമർപ്പിക്കുന്നത്. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. സ്വാമി വിവേകാനന്ദൻ എന്നാണ് ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത്? അത് 1892. അപ്പോൾ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും കണ്ടുമുട്ടിയത് എന്നാണ്? അത് 1882. ഓക്കെ, ഇനി ഡോക്ടർ പൽപ്പു ആണ് സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായി ക്ഷണിക്കുന്നത്. ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് നമ്മൾ പഠിക്കും കേട്ടോ. ഇനി കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്തെത്തിയാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ രഹസ്യത്തെക്കുറിച്ചും അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ നൽകിയത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ രഹസ്യത്തെക്കുറിച്ചും അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും അറിവ് പകർന്നു നൽകിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് എന്താണ് അഭിപ്രായപ്പെട്ടത്? അങ്ങ് കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിളിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹം പറയുമാണ്, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്. തിരിച്ചും മറുപടിയായിട്ട് നമ്മുടെ ചട്ടമ്പി സ്വാമി എന്ത് പറഞ്ഞു? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കുറിച്ച് തിരിച്ചു പരാമർശിച്ചു. എന്താണ്? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞതാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അപ്പം ഏത് കൃതിയെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് അഭിപ്രായപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണത്തെക്കുറിച്ചാണ്. അപ്പോൾ വേദാധികാര നിരൂപണം ആരുടെ രചനയാണ്? അത് ചട്ടമ്പി സ്വാമികളുടെ രചനയാണ്. വേദങ്ങൾ ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല എന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ജാതിഭേദങ്ങൾക്ക് അതീതമായി എല്ലാ ഹിന്ദുക്കൾക്കും വേദങ്ങൾ ഹൃദ്യസ്ഥമാക്കാം എന്ന വേദാധികാര നിരൂപണത്തിലൂടെ അദ്ദേഹം സമർത്ഥിച്ചു. അപ്പോൾ വേദാധികാര നിരൂപണം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ 2 കൃതികൾ ഇപ്പോൾ പറഞ്ഞു, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. പ്രാചീന മലയാളമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതി. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. കേരളം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണ് എന്ന വാദത്തെ പ്രാചീന മലയാളം എന്ന പുസ്തകം ഖണ്ഡിക്കുന്നു എന്ന് വെച്ചാൽ എന്താ? എതിർക്കുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തിനുള്ള ചട്ടമ്പി സ്വാമികളുടെ മറുപടിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ അടുത്ത കൃതിയുടെ പേര് പഠിച്ചേ, മോക്ഷപ്രദീപ ഖണ്ഡനം. എന്താണ് മോക്ഷപ്രദീപ ഖണ്ഡനം? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിക്കുള്ള മറുപടിയായിട്ടാണ് ചട്ടമ്പി സ്വാമി മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി എഴുതിയത്. ക്രിസ്ത്യൻ മിഷണറികളുടെ മതപരിവർത്തനത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ് ക്രിസ്തുമത ചേതനം.
ക്രിസ്ത്യൻ മിഷനറികളുടെ പ്രവർത്തനം ആ കാലത്ത് നമ്മുടെ തിരുവിതാംകൂറിലും ഒക്കെ ഉണ്ടായി അല്ലേ, കേരളത്തിലുണ്ടായി. അപ്പോൾ ഇതിനെ ഇവർ മതപരിവർത്തനം നടത്തി. ഈ മതപരിവർത്തനത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ് ക്രിസ്തുമത ചേതനം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത കൃതിയാണ് ക്രിസ്തുമത ചേതനം. ഇനി അടുത്തതാണ്, എല്ലാ മതങ്ങളുടെയും ആശയം ഒന്നു തന്നെയാണെന്ന് സർവമത സാരസ്യത്തിലൂടെ ചട്ടമ്പിസ്വാമികൾ വ്യക്തമാക്കുന്നു. അപ്പോൾ ചട്ടമ്പിസ്വാമികളുടെ ആദ്യ കൃതിയാണ് സർവമത സാരസ്യം. ചട്ടമ്പിസ്വാമികളുടെ ആദ്യ കൃതി സർവമത സാരസ്യവും ഏറ്റവും വലുതേതാണ്? അത് പ്രാചീന കേരളം. ചട്ടമ്പിസ്വാമികൾ പ്രാചീന മലയാളം പ്രാചീന കേരളം അല്ല, പ്രാചീന മലയാളം ഏറ്റവും വലുതും ഏറ്റവും ആദ്യം എഴുതിയതാണ് സർവമത സാരസ്യം. അതെന്താണ്? എല്ലാ മതങ്ങളുടെയും ആശയം ഒന്ന് തന്നെയാണ് എന്നതാണ് ചട്ടമ്പിസ്വാമികൾ സർവമത സാരസ്യത്തിലൂടെ വ്യക്തമാക്കുന്നത്. അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, തമിഴകം, ജീവകാരുണ്യ നിരൂപണം എന്നിവ ചട്ടമ്പിസ്വാമികളുടെ പ്രശസ്തമായ കൃതികളാണ്. അപ്പോൾ ചട്ടമ്പിസ്വാമികളുടെ കൃതികളെല്ലാം നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ നോക്കി, ആദ്യം നമ്മൾ വേദാധികാര നിരൂപണം പറഞ്ഞു, മോക്ഷപ്രദീപ ഖണ്ഡനം, സർവമത സാരസ്യം, പ്രാചീന മലയാളം, അതുപോലെ അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, തമിഴകം, ജീവകാരുണ്യ നിരൂപണം, ഇവയെല്ലാം ചട്ടമ്പിസ്വാമികളുടെ പ്രശസ്തമായ കൃതികളാണ്. ചട്ടമ്പിസ്വാമികൾ ഹിന്ദുക്കൾക്കിടയിൽ വിശേഷിച്ചും നായർ സമുദായങ്ങളുടെ ഇടയിൽ നിന്ന് നിരവധി അനാചാരങ്ങൾ തുടച്ചു നീക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല എന്നും ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടതെന്നും അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ. താലികെട്ട് കല്യാണം, അയിത്തം, തിരുട്ടുകളി തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ ചട്ടമ്പിസ്വാമികൾ ശക്തമായ നിലപാടെടുത്തു. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ. അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് പറഞ്ഞത് ആരാണ്? ചട്ടമ്പിസ്വാമികളാണ്. തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ പ്രചോദനമായത് ചട്ടമ്പിസ്വാമികളാണ്. തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ചത് മഹാറാണി സേതുലക്ഷ്മി ഭായിയാണ്. ആരാണ് തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ചത്? മഹാറാണി സേതുലക്ഷ്മി ഭായി. ഇതിന് പ്രചോദനമായത് ആരാണ്? ചട്ടമ്പിസ്വാമികളാണ്. സിദ്ധ ഔഷധ വിദ്യയിൽ പ്രഗത്ഭനായിരുന്നു ചട്ടമ്പിസ്വാമികൾ. ഫ്യൂഡൽ വ്യവസ്ഥയിൽ അഴിമതിക്കെതിരെ പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ. പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പിസ്വാമികൾ. എന്തിനാണ്? ഫ്യൂഡൽ വ്യവസ്ഥയുടെ അഴിമതിക്കെതിരെയായിരുന്നു അദ്ദേഹം പട്ടിസദ്യ നടത്തിയത്. സർവജ്ഞനായ ഋഷി, പരിപൂർണ കലാനിധി എന്നീ വിശേഷണങ്ങൾ ചട്ടമ്പിസ്വാമികൾക്ക് സമ്മാനിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പിസ്വാമികളെ സർവജ്ഞനായ ഋഷി എന്നും പരിപൂർണ കലാനിധി എന്നും വിളിച്ചത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പിസ്വാമികൾ രൂപീകരിച്ച മതമാണ് തീർത്ഥപാദ മതം. ചട്ടമ്പിസ്വാമികൾ രൂപീകരിച്ച ഒരു മതം അതേതാണ്? തീർത്ഥപാദ മതം. ചട്ടമ്പിസ്വാമികളുടെ സന്യാസി ശിഷ്യന്മാരാണ് നീലകണ്ഠ തീർത്ഥപാദൻ, തീർത്ഥപാദ പരമഹംസ സ്വാമികൾ എന്നിവർ. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യന്മാരാണ് ബോധേശ്വരനും കുമ്പളത്ത് ശങ്കുപിള്ള എന്നിവർ. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യന്മാരാണ് ആരൊക്കെ? ബോധേശ്വരനും കുമ്പളത്ത് ശങ്കുപിള്ള എന്നിവർ. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം രചിച്ചത് കേശവപിള്ള എന്നറിയപ്പെടുന്ന ബോധേശ്വരനാണ്. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായതാണ് ജയ ജയ കോമള കേരളധരണി. ഈ ഗാനം രചിച്ചത് ആരാണ്? അത് കേശവപിള്ള എന്നറിയപ്പെടുന്ന ബോധേശ്വരനാണ്. ബോധേശ്വരൻ ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യനാണ്. 1924 മെയ് 5 ചട്ടമ്പിസ്വാമികൾ കൊല്ലം ജില്ലയിലെ പന്മനയിൽ സമാധിയായി. ചട്ടമ്പിസ്വാമികളുടെ സമാധി എവിടെയാണ്? പന്മനയിൽ. കൊല്ലം ജില്ലയിലാണ് പന്മന. ചട്ടമ്പിസ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് പന്മനയിലാണ്. പന്മന ആശ്രമം ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പന്മനയിൽ പണികഴിപ്പിച്ച അമ്പലമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ബാലഭട്ടാരക ക്ഷേത്രം ആർക്ക് വേണ്ടിയിട്ടാണ് ശിഷ്യന്മാർ പണികഴിപ്പിച്ചത്? അത് ചട്ടമ്പിസ്വാമികൾക്ക് വേണ്ടിയിട്ടാണ്. ബാലഭട്ടാരകൻ, ശ്രീഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ചട്ടമ്പിസ്വാമികളാണ്.
ചട്ടമ്പിസ്വാമികളുടെ മരണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച വിലാപകാവ്യമാണ് സമാധി സപ്തഹം. അപ്പോൾ ചട്ടമ്പിസ്വാമികളുടെ മരണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും എന്ന പുസ്തകം രചിച്ചത് ടോണി മാത്യു ആണ്. ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് ടോണി ജീവിതവും ദർശനവും എന്ന കൃതി രചിച്ചത് ടോണി മാത്യു ആണ്. ചട്ടമ്പിസ്വാമികളുടെ ജീവിതവും കൃതികളും എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ മഹേശ്വരൻ നായരാണ്. മാറിപ്പോകരുത്. ജീവിതവും ദർശനവും ടോണി മാത്യു, ജീവിതവും കൃതികളും ഡോക്ടർ മഹേശ്വരൻ നായർ. കേരളത്തിൻ്റെ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 അപ്പോൾ ഓഗസ്റ്റ് 25 ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമാണ്. അത് കേരളത്തിൽ എന്തായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി കേരള സർക്കാർ ആചരിക്കുന്നു, അല്ലെങ്കിൽ കേരളം ആചരിക്കുന്നു. 2014 ഏപ്രിൽ 30 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമ്പിസ്വാമികളെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കി. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമ്പിസ്വാമികളെ അനുസ്മരിച്ച് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014 ഏപ്രിൽ 30. ഓക്കെ, ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് ചോദിക്കില്ല. എല്ലാം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. നവോത്ഥാന നായകന്മാരിൽ ചട്ടമ്പിസ്വാമി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കണ്ടിരിക്കാൻ സമയമില്ലാത്തവർ എന്ത് ചെയ്യണം? ക്ലാസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. പലതവണ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് ഇരിക്കുന്നേ. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്കത് ഓർമ്മ വരും, ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്ത് ഇത് കേട്ടതാണല്ലോ. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.